നമസ്കാരം. എല്ലാവർക്കും കോപ്പറേറ്റീവ് കോമ്പറ്റേറ്റീവ് എക്സാം ടോക്കിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ നടന്ന കേസ് കാർഡ് അസിസ്റ്റന്റ് അപ്പെക്സ് LDC ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇപ്പം പൊതുവെ ഉദ്യോഗാർത്ഥികൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു അഭിപ്രായത്തില് പലരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കിയ ഒരു ഇത് വെച്ച് ഫിനാൻസ് കുറച്ച് പാടായിരുന്നു. പക്ഷെ കോർപ്പറേഷൻ, അതായത് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഭാഗവും കോപ്പറേറ്റീവ് ലോയും അതുപോലെ തന്നെ IT ആൻഡ് സൈബർ ലോയും അത് വലിയ പ്രയാസമുണ്ടായിരുന്നില്ല എന്നുള്ളൊരു റിവ്യൂ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും എക്സാം ഒക്കെ എഴുതി അവനവന്റെ മാർക്ക് എത്രയാണെന്നുള്ളത് എൻട്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാമല്ലോ. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു പോവാം. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഫൈനൽ ആൻസർ കീ PSC അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കാം. വലിയ വ്യത്യാസങ്ങളൊന്നും കാണത്തില്ല, എങ്കിലും അതും ക്രോസ് ചെക്ക് ചെയ്ത് നമുക്ക് അതിനു മുമ്പ് നമ്മുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ആൻസറിലേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഇസ് ദ തീം ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഫോർ ദ ഇയർ 2020? ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ്, വിച്ച് ഇസ് ദ തീം ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഫോർ ദ ഇയർ 2020? ഓപ്ഷൻ ഡി, കോപ്പറേറ്റീവ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. ഓപ്ഷൻ ഡി, കോപ്പറേറ്റീവ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. ഇതാണ് ഓപ്ഷൻ ഡി ആണ്, കോപ്പറേറ്റീവ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. കേട്ടോ, ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി എന്നുള്ള കാര്യം ഓർത്തു വെക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡെമോക്രസി ഈസ് എ ഗവൺമെന്റ് ഇൻ വിച്ച് എവരിവൺ ഹാസ് എ ഷെയർ, ഹൂസ് വേർഡ്സ് ആർ ദീസ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ആരുടെയും തന്നെ വേർഡ്സ് അല്ല ഈ പറയുന്ന കോട്ടെന്ന് വെച്ചാൽ, അപ്പൊ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, the maximum number of members of a representative general body shall not be exceed. എത്രയാണ്? ഇത്രയും കൂടാൻ പാടില്ല. ആൻസർ ഓപ്ഷൻ ഡി 500 ആണ് കേട്ടോ, ഓപ്ഷൻ ഡി 500 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, ഓപ്ഷൻ ഡി 500 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. The term used for funds borrowed and lent mainly by banks for overnight use is? ഏതാണ്? ബ്രിഡ്ജ് ലോൺ ഉണ്ട്, ബ്രേക്ക് ഈവൻ ഉണ്ട്, കോൾ മണി ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ ബി, കോൾ മണി ആണ് കേട്ടോ, ഓപ്ഷൻ ബി, കോൾ മണി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ഹെഡ് ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്? സംശയമൊന്നും വേണ്ട, രജിസ്ട്രാർ ആണ് കേട്ടോ, രജിസ്ട്രാർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓപ്ഷൻ എ, രജിസ്ട്രാർ ആണ് കേട്ടോ, ഓപ്ഷൻ എ, രജിസ്ട്രാർ ആണ്, ഓപ്ഷൻ എ, രജിസ്ട്രാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് ഈസ് ബീങ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ്? ഏത് മന്ത് ആണ്? നവംബർ ആണ്, ഓപ്ഷൻ ബി, നവംബർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ അല്ലെ. ഓക്കെ, കോപ്പറേഷൻ വാസ് ദ ഓൺലി ഇൻസ്ട്രുമെന്റ് ടു ഇംപ്ലിമെന്റ് ദ എക്കണോമിക് പ്രോഗ്രാം ഓഫ് ഡെമോക്രാറ്റിക് ഇന്ത്യ ആൻഡ് ദ പ്രൈം ഇമ്പോർട്ടൻസ് വിൽ ബി ഗിവൺ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ. ഇൻ വിച്ച് 5-year പ്ലാൻ വാസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡഡ്? സെക്കൻഡ് ആണ് കേട്ടോ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി, സെക്കൻഡ് 5-year പ്ലാൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ, സെക്കൻഡ് 5-year പ്ലാൻ ആണ് കേട്ടോ, ഓപ്ഷൻ ബി, സെക്കൻഡ് 5-year പ്ലാൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് ദ റെഡ് കളർ ഷുഡ് ബി അറ്റ്? ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് റെഡ് കളർ ഷുഡ് ബി അറ്റ് ടോപ്പ് ആണ് കേട്ടോ, അറ്റ് ടോപ്പ് ആണല്ലോ, ഓപ്ഷൻ ബി ആണോ ആൻസർ, അറ്റ് ടോപ്പ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Cooperatives had not measured up to expectations in mobilizing deposits and disbursing credit at the retail level. Whose opinion was this? The cooperatives had not measured up to expectations in mobilizing deposit and disbursing credit at the retail level. Whose opinion was this? അത് ഓപ്ഷൻ എ ആണ് കേട്ടോ, റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി 1969 റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ആണ് കേട്ടോ, ഒപ്പീനിയൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് JCCU. ഓപ്ഷൻ സി, ജപ്പാനീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ ആണ് കേട്ടോ, ജപ്പാനീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദ ഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ വെയർ അഡോപ്റ്റഡ് ബൈ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA? ഏത് വർഷമാണ്? 37 ആണ് കേട്ടോ, ഓപ്ഷൻ എ 37 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, 37 ആണ്. ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ? അത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലാത്ത ഏതാണ്? നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലായതാണ്, വോളണ്ടറി ആൻഡ് ക്ലോസ്ഡ് മെമ്പർഷിപ്പ്. അവിടെ വരേണ്ടത് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ആണ് ശരിക്കുള്ള പ്രിൻസിപ്പിളിനകത്ത് വരേണ്ടത്, അത് തെറ്റിച്ച് ക്ലോസ്ഡ് മെമ്പർഷിപ്പ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അതാണ് അവിടുത്തെ എന്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലാത്ത
കേട്ടോ. ഓക്കെ, അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡീറ്റെയിൽസ് ഓഫ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഏതാണ്? സെക്ഷൻ 18 ആണ് കേട്ടോ. ഓപ്ഷൻ സി സെക്ഷൻ 18 ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഓപ്ഷൻ ബി താലൂക്കാണ് കേട്ടോ. അതിന്റെ പ്രവർത്തന പേര് താലൂക്കാണ്. CCU സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ പ്രവർത്തന പേര് താലൂക്കാണ് കേട്ടോ. ഓക്കെ, അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഫോർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെയ്ഡ് ടു. ആർക്കാണ്? സെൻട്രൽ രജിസ്ട്രാർക്കാണ് കേട്ടോ. സെൻട്രൽ രജിസ്ട്രാർക്കാണ്. ഓപ്ഷൻ എ സെൻട്രൽ രജിസ്ട്രാർ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. 8th കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ കേരള വാസ് ഹെൽഡ് അറ്റ്. എവിടെയാണ്? ഓപ്ഷൻ സി കണ്ണൂരാണ് കേട്ടോ. 8ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് കണ്ണൂരാന്നുള്ള കാര്യം ഓർത്തു വെക്കും. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ സ്മോളർ ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 27(2) ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഇസ് കോൾഡ്. ഏതാണ്? സ്മോളർ ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് സെക്ഷൻ 27(2). ഏതാണ്? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് കേട്ടോ. ഓപ്ഷൻ എ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് ദ വോട്ടിംഗ് റൈറ്റ് ഓഫ് എ മെമ്പർ. വോട്ടിംഗ് റൈറ്റ്, ഒരു വ്യക്തിയുടെ വോട്ടിംഗ് റൈറ്റിനെ പറ്റി KCS ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനകത്ത് ഏത് സെക്ഷൻ അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ 20 ആണ് കേട്ടോ. ഓപ്ഷൻ എ സെക്ഷൻ 20 ആണ് കേട്ടോ. ഓപ്ഷൻ എ സെക്ഷൻ 20 ആണ് കേട്ടോ. അത് ഓർത്തു വെക്കുക. സെക്ഷൻ 20. ഓക്കെ, സെക്ഷൻ 20 ആണ്. ഓപ്ഷൻ എ സെക്ഷൻ 20 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ഓതർ ഓഫ് ദ ഫേമസ് ബുക്ക് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് GR ഗാഡ്ഗിലാണ് കേട്ടോ. അപ്പൊ GR ഗാഡ്ഗിലാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി GR ഗാഡ്ഗിലാണ്. അടുത്തത് റിച്ചാർഡ് പൈനിയർ സ്റ്റാർട്ട് ദെയർ സ്റ്റോർ വിത്ത് എ ഷെയർ ക്യാപിറ്റൽ ഓഫ്. റിച്ചാർഡ് പൈനിയർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ ചിലപ്പം ക്യാൻസൽ ആകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സാധ്യത കാണുന്നുണ്ട്. കാരണം റോച്ച്ഡെയിൽ പൈനിയർ ആണ്. ആൻസർ 28 പൗണ്ട് ആണ്. നമുക്കറിയാം 28 പൗണ്ട് ആണ് വരുന്നത്. 28 പൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ റിച്ചാർഡ് പൈനിയർ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിട്ട് റോച്ച്ഡെയിൽ പൈനിയർ ചിലപ്പോൾ അത് എന്താണ് ക്വസ്റ്റ്യൻ ചിലപ്പം എന്താണ് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്ന് കരുതുക, മനസ്സിൽ കരുതുക. 28 പൗണ്ട് ആണ് അതിന്റെ ആൻസർ കേട്ടോ. 28 പൗണ്ട് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. 28 പൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് വിൽ ഹാവ് ടു മെയിൻറ്റെയിൻ. ആൻസർ ഏതാണ്? യാതൊരു സംശയം വേണ്ട, ഫ്ലൂയിഡ് റിസോഴ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് റിസോഴ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻ 3 ഫ്ലൂയിഡ് റിസോഴ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ബൈ സെക്ഷൻ ഈസ് പെർ വിച്ച് റൂൾ ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഏത് റൂളാണ്? 29 ആണ് കേട്ടോ. റൂൾ 29 ആണ് കേട്ടോ. റൂൾ 29 ആണ്. ഓപ്ഷൻ എ ആണ് റൂൾ 29 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എവരി പ്രൊപ്പോസൽ ഫോർ അമെൻഡ്മെന്റ് ടു ദ ബൈലോ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി മെയ്ഡ് ഓൺലി ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അതൊരു അമെൻമെന്റ് നമ്മൾ നടത്തണമെങ്കിൽ, ഒരു ബൈലോ അമെൻമെന്റ് നമ്മൾ നടത്തണമെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ സൊസൈറ്റിക്ക് ഒരു ബൈലോ അമെൻമെന്റ് നടത്തണമെങ്കിൽ എത്ര മജോറിറ്റി മെമ്പേഴ്സിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം ചോദിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ എത്രയാണ്? 2/3 ആണ് കേട്ടോ. 2/3 ആണ്. ഓപ്ഷൻ ബി 2/3 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ. മാക്സിമം ലിമിറ്റ് ഫോർ സറണ്ടർ ഓഫ് ഏൺഡ് ലീവ് അഡ്മിസബിൾ ടു ദ എംപ്ലോയി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ റിട്ടയർമെന്റ് കാലമാകുമ്പോഴത്തേക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിക്ക് എടുക്കാവുന്ന മാക്സിമം ലീവ് 300 ആണ് കേട്ടോ. 300 ആണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 300 ആണ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോട്ട് അലൗഡ് ഡാഷ് നോട്ട് അലൗഡ് ആണ്. പ്രോക്സി ആണ് കേട്ടോ. പ്രോക്സി എന്നുള്ള കാര്യം ഓർത്ത് വെക്കും. പ്രോക്സി ഈസ് നോട്ട് അലൗഡ്. പ്രോക്സി ഈസ് നോട്ട് അലൗഡ് കേട്ടോ. അത് ഓർത്ത് വെക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. An enquiry can be ordered for the registrar in which of the following an untrue statement. Untrue statement. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു എൻക്വയറി നടത്തണം. എൻക്വയറി ഓർഡർ രജിസ്ട്രാർക്ക് നടത്തണമെങ്കിൽ ഇതിന് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഒരു അൺട്രൂ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് പറയുമ്പോൾ ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്, അതായത് അദ്ദേഹത്തിന് സ്വമേധയാൽ രജിസ്ട്രാർക്ക് എൻക്വയറിക്ക് വേണ്ടി ഒരു ഓർഡർ ഇടാം, അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരമാകാം, അല്ലെങ്കിൽ ആ സൊസൈറ്റി ഏത് സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഓപ്ഷൻ സി. അഫിലിയേറ്റിംഗ് സൊസൈറ്റിയുടെ ആപ്ലിക്കേഷന്റെ പുറത്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൺ ആപ്ലിക്കേഷൻ ഫ്രം ദി സൊസൈറ്റി നിയർ ബൈ സൊസൈറ്റി അത് പറ്റും. ഒരിക്കലും പറ്റില്ല. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കും. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. അടുത്ത 27 ക്വസ്റ്റ്യൻ 27. സെക്ഷൻ 28A ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രൊവൈഡ്സ് ഫോർ റിസർവേഷൻ ഓഫ് ഡാഷ് ഓഫ് ദ ടോട്ടൽ സീറ്റ് ഫോർ വുമൺ മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി. എത്രയാണ്? 3 എണ്ണമാണ് കേട്ടോ. വുമൻസിന് 3 എണ്ണമാണ്. കമ്മിറ്റിയിൽ അംഗമായി ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു 3 സ്ത്രീകൾ ഉണ്ടായിരിക്കണം കേട്ടോ. അവർക്ക് അവരുടെ റിസർവേഷൻ 3 ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ ഇസ് എ ബുക്ക് ഓതേഡ് ബൈ ആരുടെയാണ്? ഡൂപ്പർനിക്സ്. യാതൊരു സംശയമുണ്ട്, ഡൂപ്പർനിക്സ് ആണ് കേട്ടോ. ഡൂപ്പർനിക്സ് ആണ്, അത് മറന്നു പോകല്ലോ കേട്ടോ. വിച്ച് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ
ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ മുംബൈ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി മുംബൈ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ വെസ്റ്റഡ്. അതൊന്നും യാതൊരു സംശയം വേണ്ട, ജനറൽ ബോഡി എന്നുള്ള കാര്യം ഷുവർ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ സി ജനറൽ ബോഡിയാണ്. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്റർടൈൻസ് ഏതാണ്? ഓപ്ഷൻ ബി നോൺ മോണിറ്ററി ഇഷ്യൂ ആണ് കേട്ടോ. ഓപ്ഷൻ ബി നോൺ മോണിറ്ററി ഇഷ്യൂ ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അത് ഓർത്തു വെക്കുക. അടുത്ത മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് പ്രിവെയിലിംഗ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 32 ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, റൂൾ 16 to 20 ഓഫ് the Kerala Cooperative Societies Rule prescribes two procedure for getting ഏതാണ്? ഓപ്ഷൻ എ ഐ ഡി കാർഡ്, ഓപ്ഷൻ ബി മെമ്പർഷിപ്പ്, ഓപ്ഷൻ സി രജിസ്ട്രേഷൻ, ഓപ്ഷൻ ഡി നോൺ ഓഫീസ്. ആൻസർ ഓപ്ഷൻ ബി മെമ്പർഷിപ്പ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി മെമ്പർഷിപ്പ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മെമ്പർഷിപ്പ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി മെമ്പർഷിപ്പ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മിൽക്ക് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദ വാല്യൂ ഓഫ് മിൽക്ക് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഓപ്ഷൻ എ വോളിയം, ഓപ്ഷൻ ബി വാട്ടർ കണ്ടന്റ്, ഓപ്ഷൻ സി വെയിറ്റ്, ഓപ്ഷൻ ഡി എന്താണ്? ക്വാളിറ്റി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ക്വാളിറ്റി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, an officer appointed by registrar as per section 22 of Kerala Cooperative Societies Act 1969 for realizing of asset and settlement of liabilities of a cooperative society is called എന്താണ്? ലിക്വിഡേറ്റർ. 72 കാണുമ്പോൾ നമുക്കറിയാം എന്താണ്? ലിക്വിഡേറ്റർ ആണ് കേട്ടോ. ലിക്വിഡേറ്റർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ലിക്വിഡേറ്റർ ആണ് ആൻസർ. ലിക്വിഡേറ്റർ ആണ്, അത് ഓർത്തു വെക്കുക. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ് ഓഫ് ദി സൊസൈറ്റി ദ ഓഡിറ്റർ ഷാൽ സബ്മിറ്റ് ഡാഷ് ഓർ റിപ്പോർട്ട് ടു ദ രജിസ്ട്രാർ ഇൻ ദ ഫോം പ്രിസ്ക്രൈബ്ഡ് ബൈ ദ രജിസ്ട്രാർ ഏതാണ്? ഓപ്ഷൻ ബി ഓഡിറ്റ് മെമ്മോറാണ്ടം ആണ്. ഓഡിറ്റ് മെമ്മോറാണ്ടം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഓഡിറ്റ് മെമ്മോറാണ്ടം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓപ്ഷൻ ബി ഓഡിറ്റ് മെമ്മോറാണ്ടം. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ക്വസ്റ്റിനകത്ത് ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ ക്വസ്റ്റിനകത്ത് ഒരു ചെറിയ തിരുത്ത് വേണം. ടു ദ രജിസ്ട്രാർ അല്ല, ടു ഡി സി ആണ് കേട്ടോ. ഡി സി എ ആണ്. ടു ഡി സി എ ആണ് ഇവിടെ ക്വസ്റ്റിനകത്ത് വരേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ആർക്കാണ്? ഡി സി എക്കാണ്. ഇവിടെ ഒരിക്കലും രജിസ്ട്രാർക്കല്ല, അത് ഓർത്തു വെക്കണം. ആർക്കാണ്? ഡി സി എക്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുകൊണ്ട് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയേക്കാം, അറിയില്ല. 36ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, അത് ഓർത്ത് വെക്കുക. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ ഇൻ അവർ കൺട്രി വാസ് സെറ്റപ്പ് എവിടെയാണ്? പഞ്ചാബ് ആണ് കേട്ടോ. പഞ്ചാബ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ മാക്സിമം ഷെയർ ഹെൽഡ് ബൈ മെമ്പർ ഷാൽ നോട്ട് എക്സീഡ് 1/5 ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. 1/5 ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അത് 39ാമത്തെ ക്വസ്റ്റ്യൻ, which is the upper limit of dividend that can be paid to members of a cooperative society as per Kerala Cooperative Societies Act 1969. 25 ആണ് കേട്ടോ. 25% എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 40ാമത്തെ ക്വസ്റ്റ്യൻ, കോർപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 7th ഷെഡ്യൂൾ ആണ് കേട്ടോ. ഓപ്ഷൻ സി 7th ഷെഡ്യൂൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തത്, ദ KSCHF വാസ് രജിസ്റ്റേർഡ് ഓൺ എന്നാണ് രജിസ്റ്റർ ചെയ്തത്? 23/9/1970 ആണ് കേട്ടോ. 23/9/1970 ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൂൾ 63 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ ഡിസ്ക്രൈബ്സ്. റൂൾ 63 എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സ് ബൈ സൊസൈറ്റീസ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ഡാഷ് ഇംപ്ലിമെന്റഡ് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. അതാണ് NDDB ആണ് കേട്ടോ. ഓപ്ഷൻ ഡി NDDB എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കോയിൻസ് റിലേറ്റഡ് ടു കോയിൻസ് എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുമെന്ന് ചോദിച്ചാൽ എന്താണ് കോയിൻസ്? കോയിൻസ് ഇസ് എന്താണ്? ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കേട്ടോ. കോയിൻസ് ഇസ് ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ സി ആണ് കേട്ടോ. 45ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഷോർട്ട് കമ്മിങ് ഇൻ ദ ആക്ട് ഓഫ് 1904 were removed by another registration is known as ഏതാണ്? ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് ഈസ് സെറ്റ് എപ്പാർട്ട്. ഡിവിഡൻഡ് ഈസ് സെറ്റ് എപ്പാർട്ട് എന്താണ്? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് കേട്ടോ. ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ് ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, 47ാമത്തെ ക്വസ്റ്റ്യൻ, which has jurisdiction over the whole of the state. which has jurisdiction over the whole of the state ഏതാണ്? പ്രവർത്തന പരിധി സ്റ്റേറ്റ് മുഴുവൻ വേണം. അപ്പെക്സ് സൊസൈറ്റി ആണ് കേട്ടോ. അപ്പെക്സ് സൊസൈറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പെക്സ് സൊസൈറ്റി ആണ് കേട്ടോ. അപ്പെക്സ് സൊസൈറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ, റേറ്റ്കോ ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാഷ് മിഷനറി. ആഗ്രോ ആണ് കേട്ടോ. ആഗ്രോ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ആഗ്രോ ആണ്. ആഗ്രോ. ഓപ്ഷൻ സി ആഗ്രോ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 49ാമത്തെ ക്വസ്റ്റ്യൻ, കൈറ ഡിസ്ട്രിക്ട് ഓഫ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ പോപ്പുലർലി നോൺ ആസ് അമൂൽ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഗുജറാത്ത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ, ട്രേഡിംഗ് ഇൻ എ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഈസ് നോർമലി
ട്രേഡിംഗ് ഇൻ എ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഇസ് നോർമലി ഓൺ ക്യാഷ് ബേസ് ആണ് കേട്ടോ. ഓൺ ക്യാഷ് ബേസ് ഓപ്ഷൻ എ ആണ് 50 കേട്ടോ. ഓൺ ക്യാഷ് ബേസ് ആണ്. അടുത്ത 51 ക്വസ്റ്റ്യൻ. ഫോർ കാൽക്കുലേറ്റിംഗ് ട്രെൻഡ് പെർസെന്റേജ് as any year is selected by base year ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ബേസ് ഇയർ ആണ് കേട്ടോ. ഫോർ കാൽക്കുലേറ്റിംഗ് ട്രെൻഡ് പെർസെന്റേജ് ഓഫ് എനി ഇയർ is selected as എന്താണ് ബേസ് ഇയർ ആണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഫോർ കാൽക്കുലേറ്റിംഗ് ട്രെൻഡ് പെർസെന്റേജ് എനി ഇയർ is selected as ബേസ് ഇയർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ for find out the cost of sale from the following information. ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ദി സെയിൽസ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അവിടെ നെറ്റ് സെയിൽ കൊടുത്തിട്ടുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽ കണ്ടുപിടിക്കണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത 53 ക്വസ്റ്റ്യൻ. ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എ പ്രോജക്ട് ആൻഡ് ദ വേ ബൈ വിച്ച് ഇറ്റ് ഈസ് categorized by a well diversified investors ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ബീറ്റ റിസ്ക് ആണ് കേട്ടോ. ബീറ്റ റിസ്ക് ആണ്. അടുത്ത 54 ക്വസ്റ്റ്യൻ. The compound rate at which a firm has to earn return on its investment in order to pay reasonable return to the investors of fund as in the form of interest and or dividend as called. ഓപ്ഷൻ ഡി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 55 ക്വസ്റ്റ്യൻ ആണ്. ദ എവരി പർപ്പസ് ഫോർ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഈസ് എക്സിസ്റ്റഡ് ഈസ് കോൾഡ്. മിഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി മിഷൻ ആണ്. 56 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി? ഓപ്ഷൻ ബി വാല്യൂ ഇന്നോവേഷൻ ആണ് കേട്ടോ. വാല്യൂ ഇന്നോവേഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആക്ടിവിറ്റി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, delivering and exchanging of offering that have value for customers, clients, partners and society at large? Answer marketing ആണ് കേട്ടോ. ഓപ്ഷൻ എ മാർക്കറ്റിംഗ് ആണ്. 58 ക്വസ്റ്റ്യൻ. when business concern making decision by considering consumers wants and the long run interest of the concern consumer and general public, they are practicing which of the following principles? social marketing ആണ് ആൻസർ കേട്ടോ. social marketing ആണ്. ഓപ്ഷൻ ഡി social marketing ആണ് ആൻസർ. 59 ക്വസ്റ്റ്യൻ. in an accounting system, document which supports journal entries is classified as source document. ഓപ്ഷൻ എ source document ആണ് കേട്ടോ. ഓപ്ഷൻ എ source document എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓപ്ഷൻ എ source document എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? ഓപ്ഷൻ എ source document ആണ് കേട്ടോ. ഓപ്ഷൻ എ source document എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ സെയിൽസ് വാല്യൂ ആൻഡ് സെപ്പറേറ്റബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് കേട്ടോ. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 61 ക്വസ്റ്റ്യൻ. എ സൈമൾട്ടേനിയസ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ ടു ഡിഫറെന്റ് ഡേറ്റ്സ് ഈസ് നോൺ as കറൻസി സ്വാപ്പ് ആണ് കേട്ടോ. കറൻസി സ്വാപ്പ് ആണ്. അത് ഓർത്ത് വെക്കുക. 62 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന? അത് ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ് കേട്ടോ. ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. അടുത്ത 63 ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്ട് ഓഫ് അടൽ പെൻഷൻ യോജന? അതിൽ അടൽ പെൻഷൻ യോജനയിലെ ഒരു ഒബ്ജക്ട് അല്ലാത്തത് ഫിക്സഡ് പെൻഷൻ ഈസ് പെയ്ഡ് ഓൺ അറ്റൈനിങ് ഏജ് ഓഫ് 80 years. അതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അത് ഓർത്ത് പോവുക. 64 ക്വസ്റ്റ്യൻ. റിപ്പോ റേറ്റ് refers to the rate at which. അടുത്തൊരു ആൻസർ അങ്ങനെ പ്രത്യേകിച്ച് റിപ്പോ റേറ്റ് ഷോർട്ട് ടൈം ലോണിന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു ആൻസർ ഇവിടെ കാണുന്നില്ല. ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ചിലപ്പോൾ ക്യാൻസൽ ആക്കിയേക്കാം. ഓക്കെ. അടുത്ത 65 ക്വസ്റ്റ്യൻ. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് MAT 115 JB ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് ഈസ് ആപ്ലിക്കബിൾ ഓൺ. അത് ഓൾ ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. 25 ഓൾ ടൈപ്പ് ഓഫ് കമ്പനീസ്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓപ്ഷൻ എ ആണ്. അടുത്തത് 66 ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് മാൻ ഹു advocate the view that the management should and can be thought is ഏതാണ്?
ഹെൻറി ഫയോൾ, the first man who advocated the view that management should and can thought as. ഏതാണ്? ഹെൻറി ഫയോൾ ആണ് കേട്ടോ. ഹെൻറി ഫയോൾ, ഓപ്ഷൻ സി ഹെൻറി ഫയോൾ ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പിരിറ്റ് ഡീക്രോപ്സ്. സ്പിരിറ്റ് ഡീക്രോപ്സ് മീൻസ് എന്താണ്? യൂണിയൻ ഈസ് സ്ട്രെങ്ത് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എ സിസ്റ്റം ഓഫ് കോപ്പറേഷൻ ആക്ടിവിറ്റീസ് ഓഫ് 2 or more person is called organization ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഓർഗനൈസേഷൻ ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഗോൾസ്, എയിംസ്, പർപ്പസ്, മിഷൻ ആൻഡ് ടാർഗറ്റ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഗോൾസ്, എയിംസ്, പർപ്പസ്, ഗോൾസ്, എയിംസ്, പർപ്പസ്, മിഷൻ ആൻഡ് ടാർഗറ്റ് കേട്ടോ. ഓപ്ഷൻ സി ഒബ്ജക്റ്റീവ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ, 70ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 70ാമത്തെ ക്വസ്റ്റ്യൻ, the subordinate is given with the authority to all the functions in the department is called general delegation. General delegation ആണ് കേട്ടോ. general delegation എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. general delegation, ഓപ്ഷൻ ബി general delegation ആണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ, the concept of management accounting was coined by. ആൻസർ ഓപ്ഷൻ സി ജെയിംസ് എച്ച് ബിൽസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ജെയിംസ് എച്ച് ബിൽസ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, GST is a conception of goods and service tax based on destination ആണ് കേട്ടോ. ഡെസ്റ്റിനേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ്. 73ാമത്തെ, എക്സാമിനിങ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ്, എക്സ്പ്ലോറിംഗ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് പ്ലാനിംഗ് ഫ്യൂച്ചർ ഈസ് കോൾഡ് ലേണിംഗ് ആണ് കേട്ടോ. ലേണിംഗ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഗ്രാഫ് വിച്ച് പ്ലോട്ട് സീരീസ് ഓഫ് സക്സസീവ് ഒബ്സർവേഷൻ ഓഫ് സ്പെസിഫിക് പ്രൊസീജിയർ ഓപ്പറേഷൻ or step and regular time interval is called control chart ആണ് കേട്ടോ. ഓപ്ഷൻ എ കൺട്രോൾ ചാർട്ട് ആണ് കേട്ടോ. ഓപ്ഷൻ എ കൺട്രോൾ ചാർട്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 75ാമത്തെ ക്വസ്റ്റ്യൻ, the difference between price and consumers pay and the price that they are willing to pay. ഓപ്ഷൻ ബി കൺസ്യൂമർ ഓറിയന്റേഷൻ. ഓപ്ഷൻ ബി കൺസ്യൂമർ ഓറിയന്റേഷൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, the practice where only extraordinary or non-routine matters are referred to the top management and all routine and day-to-day matters are handled at a lower level management can be called management by exemption. Option D ആണ് management by expansion ആണ്. Exemption management by exemption ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, international capital market is also called euro market. ഓപ്ഷൻ എ യൂറോ മാർക്കറ്റ് കേട്ടോ. ഓപ്ഷൻ എ യൂറോ മാർക്കറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 78ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 78ാമത്തെ ക്വസ്റ്റ്യൻ, the tax that a business pays on a purpose and that it can use to reduce its tax liability when it makes a sale is called input tax credit ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് input tax credit ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, cash flow estimation, the depreciation skelters company's income from taxation. Option A taxation. 80ാമത്തെ ക്വസ്റ്റ്യൻ, contingent and events occurring after balance sheet date are relate with the AS4 ആണ്. ഓപ്ഷൻ ബി AS4 ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, when a person legally exploit the tax system to reduce tax liabilities is called tax avoidance ആണ് കേട്ടോ. ഓപ്ഷൻ സി ടാക്സ് അവോയ്ഡൻസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇല്ലീഗൽ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലീഗൽ ആണെങ്കിൽ ടാക്സ് ഇവാഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ വരും. ലീഗൽ ആണ്. ഇല്ലീഗൽ ആയതുകൊണ്ടാണ് ടാക്സ് അവോയ്ഡൻസ് വരുന്നത് കേട്ടോ. അത് അവോയ്ഡൻസ് ഇല്ലീഗൽ ആണ്. അത് ഓർത്ത് വെക്കുക. സോറി ലീഗൽ ആണ്. ടാക്സ് ഇവാഷൻ ആണെങ്കിൽ ഇല്ലീഗൽ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടാക്സ് ലീഗൽ ആണ്. അത് ടാക്സ് അവോയ്ഡൻസ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 82ാമത്തെ ക്വസ്റ്റ്യൻ, ദ സിറ്റുവേഷൻ വെയർ ദ അഗ്രിഗേറ്റ് ഓഫ് ദ പെർ വാല്യൂ ഓഫ് ഇറ്റ്സ് ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ് എക്സീഡ്സ് ദ ട്രൂ വാല്യൂ ഓഫ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ് ഇസ് കോൾഡ് ഓവർ ക്യാപിറ്റലൈസേഷൻ. എന്താണ്? ഓവർ ക്യാപിറ്റലൈസേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചോദിക്കുവാണെങ്കിൽ 0 ആണ് കേട്ടോ. ഓപ്ഷൻ എ 0 ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ, എ retroactive arrangement between two parties who have no previous obligation to one another. Option D quasi contract ആണ് കേട്ടോ. quasi contract എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. name the present governor of RBI. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. ഏതാണ്? ശക്തികാന്ത ദാസ്. ഇത്രയും ഫിനാൻസ് വന്നതിനിടയ്ക്ക് ഒരു ആശ്വാസമായിട്ട് വന്നോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എ കിട്ടിയ ആളുകൾക്ക് ഇടയ്ക്ക് വന്നപ്പോൾ ഒരു ആശ്വാസം കിട്ടിയതെന്നാണ് ഈ ശക്തികാന്ത ദാസ് എന്ന് പറയുന്ന RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ അല്ലെ. ഓക്കെ. 86ാമത്തെ ക്വസ്റ്റ്യൻ, the type of goodwill where the customers are more loyal to a brand or company name. ഏതാണ്? ലോയൽ ആണെങ്കിൽ അത് ക്യാറ്റ് ആണ് കേട്ടോ. ക്യാറ്റ് ഗുഡ്വിൽ ആണ് കേട്ടോ. ക്യാറ്റ് ഗുഡ്വിൽ എന്നുള്ള കാര്യം ഓർത്ത് വെക്കും. എന്താണ്? ഓപ്ഷൻ എ ക്യാറ്റ് ഗുഡ്വിൽ. ഓപ്ഷൻ എ ക്യാറ്റ് ഗുഡ്വിൽ ആണ് കേട്ടോ. അടുത്ത 87ാമത്തെ ക്വസ്റ്റ്യൻ, എ പ്രൈമറി മാർക്കറ്റ് ഓഫർ ടു ദ എക്സിസ്റ്റിംഗ്
shareholders to buy additional share of the company on a pro rata basis within a specified date at a discounted price that the current market price is called right share ആണ് കേട്ടോ. ആൻസർ റൈറ്റ് ഷെയർ ആണെന്ന കാര്യം ഓർത്തുക. റൈറ്റ് ഷെയർ ആൻസർ റൈറ്റ് ഷെയർ ആണ് കേട്ടോ. റൈറ്റ് ഷെയർ ആണ് ആൻസർ. ഓപ്ഷൻ ബി റൈറ്റ് ഷെയർ ആണെന്ന കാര്യം ഓർത്തുക കേട്ടോ. A primary market offer to the existing shareholders to buy additional share of the company on a pro rata business within a specified date at a discounted price than the current market price is called a right share. ഒന്നുകൂടെ പറയാം. A primary market offer to the existing shareholders to buy additional share of the company on a pro rata basis within a specified date at a discounted price than the current market price is called റൈറ്റ് ഷെയർ ആണ് കേട്ടോ. റൈറ്റ് ഷെയർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അത് 88ാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് റിമെയിൻസ് അൺകോൾഡ് എക്സ്പെക്ട് ഇൻ ദ കേസ് ഓഫ് വൈൻഡിംഗ് അപ്പ് ഓർ അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഇസ് കോൾഡ് റിസർവ് ക്യാപിറ്റൽ കേട്ടോ. ക്യാപിറ്റൽ റിസർവ് അല്ല, റിസർവ് ക്യാപിറ്റൽ ആണ് കേട്ടോ. റിസർവ് ക്യാപിറ്റൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. റിസർവ് ക്യാപിറ്റൽ ആണ്. ദ മിനിമം നമ്പർ ഓഫ് ഷെയർ അടുത്ത ക്വസ്റ്റ്യൻ 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ മിനിമം നമ്പർ ഓഫ് ഷെയർസ് എ പേഴ്സൺ മസ്റ്റ് ഓൺ ആസ് പ്രൊവൈഡഡ് ഇൻ ദ കമ്പനി in order of quality to become a director of the company is called qualification share. Answer qualification share ആണ് കേട്ടോ. What is the excess of net asset over consideration paid? Answer option D goodwill ആണ് കേട്ടോ. goodwill ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 91ാമത്തെ ക്വസ്റ്റ്യൻ. Name the application of ICT for delivering government service to citizen in a convenient, efficient and transparent manner. The objective is to ensure that the service of the government reach the public promptly and effectively. Promptly and efficiently. Promptly and effectively. So effectively. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ഇ കൊമേഴ്സ് ആണ് കേട്ടോ. Promptly and effectively. ആൻസർ ഓപ്ഷൻ എ ഇ ഗവേണൻസ് ആണ്. വളരെ ഓർത്തുക. 92ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ GSM is a globally accepted standard for digital cellular communication that is created first time in which generation of mobile communication? Second generation of network ആണ് കേട്ടോ. സെക്കൻഡ് ജനറേഷൻ ഓഫ് നെറ്റ്വർക്ക് ആണ് കാര്യം ഓർത്ത് വെക്കും. സെക്കൻഡ് ജനറേഷൻ ഓഫ് നെറ്റ്വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 93ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫുൾ ഫോം ഓഫ് സിം. സബ്സ്ക്രിപ്ഷൻ ഐഡന്റിഫിക്കേഷൻ മൊബൈൽ, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊബൈൽ, സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊബൈൽ, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊബൈൽ, ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ഓപ്ഷൻ 3യും ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത് ഉള്ള കാര്യം ഓർത്ത് വെക്കുക. ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജ് ബിറ്റ്വീൻ 2 or more person over internet is tamed. ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ഓൺലൈൻ ചാറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഓൺലൈൻ ചാറ്റ് ആണ്. 95ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 is amended in which year? 2008 ആണ്. എല്ലാവർക്കും കിട്ടുന്ന ആൻസർ ഇതൊക്കെ. സെക്ഷൻ 66 ഈ IT ആക്ട് 2020 ആൻഡ് IT അമെൻമെന്റ് കംപ്രൈസ് ഏതാണ്? ഓപ്ഷൻ എ പണിഷ്മെന്റ് ഓഫ് വയലേഷൻ ഓഫ് പ്രൈവസി ആണ് കേട്ടോ. വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ. ദ കമ്പൽസീവ് ഡിസയർ ഓർ എക്സസീവ് enthusiasm to check or accumulate news and information typically via mobile phone or computer, constantly checking emails, social networking sites, online news etc. are the symptoms. ഏതാണ്? ഇൻഫോമാമിയ ആണ് കേട്ടോ. ഇൻഫോമാമിയ അല്ല, ഇൻഫോമാനിയ കേട്ടോ. ഓപ്ഷൻ ഡി ഇൻഫോമാനിയ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 98. ദ സ്മോൾ ടെക്സ്റ്റ് ഫയൽ യൂസ്ഡ് ബൈ ബ്രൗസേഴ്സ് ടു റിമെമ്പർ അവർ email IDs, usernames etc. are known as cookies. ഓപ്ഷൻ എ കുക്കീസ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻ എ കുക്കീസ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 99ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫോർ accessing the world wide web. It is used to navigate through web page in the world wide web. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി വെബ് ബ്രൗസർ ആണ് കേട്ടോ. 100ാമത്തെ ക്വസ്റ്റ്യൻ. എ ചലഞ്ച് റെസ്പോൺസ് ടെസ്റ്റ് in the form of an image of destroyed text. The user must enter that to determine whether the user is human or automated bot. Option D captcha. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിജക്ട് ചെയ്ത് പോയേക്കാം, അവർ ക്യാൻസൽ ചെയ്തേക്കാം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം കൃത്യമായിട്ട് ആൻസർ ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നിങ്ങൾ എഴുതിയ ആൻസറുമായിട്ടൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു. ഓക്കെ. അപ്പം കൃത്യമായിട്ട് ഒരു 60 മേളിൽ ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ കട്ട് ഓഫ് അത്രയൊക്കെ വരുമായിരിക്കും. 60-നും 20-ഒന്നും വരില്ല.
65-60 ഇടയ്ക്ക് വരുമായിരിക്കും കട്ട് ഓഫ് ഏകദേശം കേട്ടോ. അപ്പൊ എന്നിരുന്നാലും ഒരു എക്സാം മാത്രമല്ലായിരുന്നു ഇന്നലെ നടന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 എക്സാം 3-4 ഡിപ്പാർട്ട്മെന്റുകളെ വിളിച്ചിട്ടുണ്ട്. 4 എക്സാം വരെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് PSC ഇട്ടത്. അപ്പം പലതിനും പല കട്ട് ഓഫ് ആയിരിക്കാം. അപ്പൊ എനിവേ നിങ്ങൾ അതൊക്കെ നോക്കി പോരായ്മകൾ ഉണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.